ഹായ് ഗൈസ്, വെൽക്കം ടു മൈസ്ട്രോ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ട്രേഡിംഗ് ചെയ്യാമെന്നോ എങ്ങനെ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്നോ ഒന്നുമല്ല. എങ്ങനെ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആയിട്ടുള്ള ഞാൻ ട്രേഡ് ചെയ്ത് എൻ്റെ അനുഭവം. ഓക്കെ, ഞാൻ ഒരു ഫെബ്രുവരി ആണ് സ്റ്റാർട്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം മെയ് 20th ആവുന്നു, അല്ലെങ്കിൽ മെയ് 21st ആവുന്നു. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജേണി, എൻ്റെ ഒരു 4 മാസത്തെ ജേണി, അതായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ഈ 4 മാസം ട്രേഡ് ചെയ്തു, എങ്ങനെയാണ് എൻ്റെ അനുഭവം, അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ മനസ്സിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ ട്രേഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം, എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, ഈ ഒരു ബിയർ മാർക്കറ്റ് ടൈമാണ്, മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു ടൈമാണ്. ഇങ്ങനെ ചോപ്പി ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി ഭയങ്കര ഹൈ ആണ്. കാരണം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇറാൻ ഹോർമൂസ് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ റുപ്പി താഴോട്ട് പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ IT സെക്ടറും AI ആ ഒരു ഇത് കാരണം ഭയങ്കര അൺസ്റ്റേബിൾ ആണ് IT സെക്ടർ. ഇൻഫോസിസ് തന്നെ വളരെയധികം താഴോട്ട് പോകുന്ന ഒരു ടൈമാണിത്. സോ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഒന്ന് ട്രേഡ് ചെയ്ത് ഇറങ്ങുകയും ഇപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ 4 മാസം കൊണ്ടൊരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ടൈമിലാണ് അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത്. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റൽ ഈ ഒരു എമൗണ്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, എൻ്റെ ഇപ്പം എൻ്റെ കറണ്ട് പേഴ്സിലുള്ള എമൗണ്ട്, ഓക്കെ, ഇപ്പം എൻ്റെ കറണ്ട് പേഴ്സിലുള്ള എമൗണ്ട് ഈ ഒരു പോയിന്റിലാണ്. എന്നുവെച്ചാൽ 8119 രൂപ. ഇതാണ് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ബാക്കിയുള്ളത്. എൻ്റെ ഒരു ഫ്രീ മണി ആയിട്ട് ഇപ്പം ബാക്കിയുള്ളത് ഇത്രയൊരു എമൗണ്ട് മാത്രമാണ്. അപ്പം ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു എമൗണ്ടിലേക്ക് പോയി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാർട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കണ്ട. ഇത് ഞാൻ മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ കിടന്ന കുറച്ച്, ഞാൻ ഒരു 100 150 രൂപയ്ക്ക് മേടിച്ച സ്റ്റോക്ക് വിറ്റ പ്രോഫിറ്റ് ആണിത്. ഓക്കെ, അതാണ് ഈ 3 തന്നെ കണ്ടില്ലേ. ഞാൻ ഇതിലുണ്ടായ പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ 30 രൂപയ്ക്ക് എന്തോ മേടിച്ചാണ് 99 രൂപയ്ക്ക് ഇട്ട്. ഈ ഒരു 200 300 രൂപ പ്രോഫിറ്റ്, അതാണ് ഈ ഒരു സംഭവം. അത് കൂട്ടണ്ട, ഒരു 300 രൂപ കൂടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ ക്യാപിറ്റലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം മേടിച്ച 3 സ്റ്റോക്സ് ഇത് 3 ജിൻഡൽ സ്റ്റീൽ, NLC ഇന്ത്യ, കോൾ ഇന്ത്യ. ഇത് 3 ഞാൻ ആദ്യം മേടിച്ചു. ഓക്കെ, ഇത് 3നും ഞാൻ അത്യാവശ്യം എമൗണ്ട് കൊടുത്താണ് മേടിച്ചത്. ഒരു 10-90,000 രൂപ അടുപ്പിച്ച് ഞാൻ 3 കൊടുത്തങ്ങ് മേടിച്ചു. 90,000 ഇല്ല, ഒരു 85,000 രൂപ. എൻ്റെ 1,10,000 നിന്ന് 85,000 രൂപ മുടക്കി ഞാൻ ഈ 3 സ്റ്റോക്ക് മേടിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ 2 സ്റ്റോക്ക് ഈ ഫെബ്രുവരി 16 വിറ്റ്. അല്ല, ഒരു സ്റ്റോക്ക് ഫെബ്രുവരി 16 വിറ്റ്, ഒരു സ്റ്റോക്ക് ഫെബ്രുവരി 19 വിറ്റ്. ഓക്കെ, ഫെബ്രുവരി 16 വിറ്റതിൽ എനിക്കൊരു 1540 രൂപ ലാഭവും 19 വിറ്റതിൽ 240 രൂപ ലാഭം. ഓക്കെ, അപ്പം ജിൻഡൽ സ്റ്റീലിന് മാത്രം എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. കോൾ ഇന്ത്യ ഞാൻ പിന്നെയും, കോൾ ഇന്ത്യ നല്ല ലോസിൽ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ അത് ബ്രേക്ക് ഇവൻ ആയപ്പം വെറും ഒരു 39 രൂപ ലാഭത്തിന്, അത് ഞാൻ മാർച്ചിലാണ് കിട്ടിക്കുന്നുണ്ടില്ല. അപ്പം ഈ ഫസ്റ്റ് പർച്ചേസിൽ എൻ്റെ ഒരു മെയിൻ ലാഭം എന്ന് പറഞ്ഞത് ഇതാണ്, ഈ 1500 രൂപ. 1500 രൂപയുടെ ഒരു പ്രോഫിറ്റ്, അത് ഈ ഒരു ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ 1500 രൂപയുടെ പ്രോഫിറ്റ് ആണ് എൻ്റെ ഫസ്റ്റ് ട്രേഡിൽ എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ക്യാപിറ്റൽ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ തേജസ് നെറ്റ് എന്ന് പറഞ്ഞ ട്രേഡാണ് അടുത്ത് ഞാൻ ചെയ്തത്. തേജസ് നെറ്റ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല, 43,000 രൂപ അടുപ്പിച്ച് സ്പെൻഡ് ചെയ്തു. ഓക്കെ, 43,000 രൂപ അടുപ്പിച്ച് സ്പെൻഡ് ചെയ്ത് ഞാൻ ഫെബ്രുവരി 27 മേടിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞ് ജനുവരി 30 ഫസ്റ്റ് ട്രേഡ്. ജനുവരി 30 ഈ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബൈ ചെയ്യുന്ന എപ്പോഴാണ്? ഫെബ്രുവരി 27 ഓക്കെ, എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1 month ആഫ്റ്റർ ആണ് ഞാൻ അടുത്ത ട്രേഡിലൂടെ പോകുന്നത്. കാരണം ഇതെല്ലാം ഈ 2 സ്റ്റോക്ക് അപ്പം ഈ കോൾ ഇന്ത്യയൊക്കെ അപ്പോൾ സ്റ്റക്കായി കിടക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ട്രേഡിലോട്ട് പോയി ഉള്ള പൈസയും കൂടെ അതിലിടാൻ പോയില്ല. അപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എനിക്ക് അത്ര ഫേവറബിൾ ആയിട്ട് തോന്നിയില്ല. ഒരു കംപ്ലീറ്റ് ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് അങ്ങനെ മേടിക്കാൻ അറിയില്ല. ഞാൻ ന്യൂസ് വെച്ചും എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ച് മേടിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത് പോയത് എന്താണ്? ഈ തേജസ് നെറ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്കിലേക്കാണ്. തേജസ് നെറ്റ് ഞാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ ഒരു 1 വീക്ക്, എക്സാക്ട്ലി ഓൾമോസ്റ്റ് 1 വീക്ക് എടുത്തില്ല, അതിനു മുമ്പ് തന്നെ മാർച്ച് 4 ഒരു 3-4 ദിവസം ട്രേഡിംഗ് ഡേയ്സ്, ഐ തിങ്ക് ഒരു 3 ദിവസം ആയപ്പോൾ തന്നെ ഈ ഒരു പ്രോഫിറ്റ് ആയി 7,699. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി മുകളിലോട്ട് അത് പോയി. പക്ഷെ ഞാൻ ഇത്ര ആയപ്പോൾ തന്നെ ലോക്ക് ചെയ്ത് അങ്ങ് സെല്ല് ചെയ്തു. ഓക്കെ, താഴെ പോകുന്നില്ല. ഞാൻ ഇത്ര ആയപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കൂടിയതാണ്. ഓക്കെ, ഇതിന് മുകളിൽ കൂടിയായിരുന്നു അത്. പക്ഷെ ഞാൻ ഈ ഒരു പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ, കാരണം എനിക്ക് ഈ 1,500 എൻ്റെ ഇപ്പോഴത്തെ ഹയസ്റ്റ് പ്രോഫിറ്റ്. ഇനി ഇത് ഇത്രയും പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ അതങ്ങ് സെല്ല് ചെയ്തു. ഓക്കെ, അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ബിഗ് സ്പൈക്ക്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോഫിറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ട്രേഡിങ്ങിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് ഇതാണ്. ഓക്കെ, പിന്നെ കാണുന്ന ഈ ചെറിയ ക്യാൻഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ആ ചെറിയ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ, അത് ഞാൻ എൻ്റെ നേരത്തെ മേടിച്ച ഏതോ ഒന്ന് വിറ്റ പ്രോഫിറ്റ് ആയിരിക്കണം. അത് അല്ലല്ല, ഈ ONGC
ഓക്കെ, ഞാൻ അപ്പം ഈ തേജസ് നെറ്റ് മേടിച്ച് ഈ തേജസ് നെറ്റ് വിറ്റ അന്ന് തന്നെ ഞാൻ ഈ ONGC മേടിച്ചു. ഓക്കെ, അതും 55,350 രൂപ കൊടുത്താണ് ഞാൻ ONGC മേടിച്ചത്. എന്നിട്ട് ഞാൻ അതിന്റെ അടുത്ത ദിവസം തന്നെ അത് വിറ്റു. ഞാൻ ഒരു 1,200 രൂപ പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ അത് വിറ്റു. ഓക്കെ, ഒരു 1,200-300 രൂപ പ്രോഫിറ്റിന് വേണ്ടി തന്നെ ഞാൻ അത് വിറ്റു. കാരണം അത് ഇടിയണതിന് മുമ്പ് ഞാൻ അത് വിറ്റ് തീർത്തു. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ 3 പ്രോഫിറ്റ്സ് ആണ് എനിക്ക് മേജർ ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഹിൻഡൽകോ, അതിന്റെ അടുത്ത ദിവസം ഞാൻ അതേപോലെ ഹിൻഡൽകോ മേടിച്ച് നോക്കി. പക്ഷെ അതെന്തോ ഡ്രോപ്പ് ആയി. പിന്നെ ഞാൻ ബ്രേക്ക് ഇവൻ ആയപ്പം ചെറിയൊരു പ്രോഫിറ്റിൽ അതങ്ങ് വിറ്റു. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചതാണ് ഈ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഒരു സിംഗിൾ ടൈപ്പ് പ്ലേ ആണ് കണ്ടില്ലേ. ഞാൻ 3.10 മേടിക്കുന്നു, 3.10 11 വിൽക്കുന്നു. ഇതാണ് 2,267 രൂപ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, എന്റെ നാലാമത്തെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്. ഓക്കെ, എന്റെ നാലാമത്തെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് ആണ് ഈ ATGL, ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആൻഡ് NCC. NCC ഒരു ഐ തിങ്ക് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ഒരു സ്റ്റോക്ക് ആയിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചത് കയറി പോകും എന്ന് വിചാരിച്ചു. അതിനൊരു പർട്ടിക്കുലർ ഡീലൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ മേടിച്ചതാണ് NCC. ഓക്കെ, പിന്നെ ഈ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ATGL ഈ ഒരു ടൈമിലാണ് ആ ഹോർമോസിന്റെ ഇഷ്യൂ ഒന്ന് കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ ഗ്യാസിന് വില കൂടുമ്പോൾ ഈ കമ്പനീസിന് പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞാണ് ഞാൻ ഇത് മേടിച്ചത്. ഓക്കെ, പക്ഷെ ഞാൻ നിഫ്റ്റി അത്ര ഇടിയുമെന്ന് വിചാരിച്ചില്ല. ആ ഒരു പീരീഡിൽ നിഫ്റ്റി ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ഒരു 800-1000 പോയിന്റ് ഒന്ന് ഇടിഞ്ഞു 2-3 ദിവസം കൊണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ 30,475 മേടിച്ചതൊക്കെ ഈ ഒരു ലിമിറ്റിലേക്ക് ഇടിഞ്ഞു. അല്ലെങ്കിൽ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ഒക്കെ 40,000 മേടിച്ചത് ഈ ഒരു സംഭവത്തിലേക്ക് ഇടിഞ്ഞു. 3,000 രൂപ ലോസ്. അപ്പോഴേക്കും ഞാൻ ഒന്ന് പഴന്നു. ഓക്കെ, ഞാൻ ഒന്നത് കംപ്ലീറ്റ് ബിഗിനർ ആണ്. അപ്പൊ ഞാൻ ഇത്രയും ലോസ് കണ്ടപ്പോൾ തന്നെ ഒരു ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 4,700 5,000 രൂപ, ഒരു 5,000 രൂപയുടെ ടോട്ടൽ ലോസ് ഇതിൽ വന്നു. എന്റെ ഇത് കാണിക്കാൻ തുടങ്ങി, പോർട്ട്ഫോളിയോ കാണിച്ചു. ഒരു 5,000 രൂപയുടെ ടോട്ടൽ ലോസ് എന്റെ പോർട്ട്ഫോളിയോ കാണിച്ചു. അപ്പൊ ഞാൻ എന്താണ് ആ ഒരു ടൈമിൽ ഒരു പാനിക്കിൽ ഞാൻ ഇതങ്ങ് സെല്ല് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതാണ് നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്ന ഈ ഒരു വലിയ റെഡ്. അതാണ് ഇതൊരു 5,000 രൂപയുടെ ലോസ് ആണ്. ഓക്കെ, ഈ ഒരു 5,000 രൂപയുടെ ലോസിൽ ഞാൻ അത് സെല്ല് ചെയ്ത് കളയാണ്. അപ്പം ഇതെനിക്കൊരു നല്ലൊരു തിരിച്ചടിയാണ് ഉണ്ടായത്, നല്ലൊരു ലോസ് ഉണ്ടായി. പക്ഷെ കാര്യം ഞാൻ ഇത് വെയിറ്റ് ചെയ്യണമായിരുന്നു. വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ഞാൻ മേടിച്ച പ്രൈസിനെക്കാട്ടിയും മോളിൽ പോയി. പക്ഷെ അതൊരു 2-3 വീക്സ് എടുത്തു. ഞാൻ ലിക്വിഡ് മണി ആയിട്ട് തിരിച്ചെടുക്കാം, ഇനി ഇടിയും. നിഫ്റ്റിയിലെ ആ ഒരു ഇടിവ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് അത് വിറ്റത്. ഇമോഷണലായി വിറ്റതാണത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം അത് തിരിച്ചു കയറിയായിരുന്നു. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതെല്ലാം വിറ്റിട്ട് അടുത്ത് തന്നെ ഞാൻ ഈ JBMA, MMTC ഈ 2 സ്റ്റോക്സ് മേടിച്ചു. ഓക്കെ, JBMAയും MMTCയും മേടിച്ചു. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തിരിച്ചു കയറാൻ തുടങ്ങി. നിഫ്റ്റി കുറച്ചൊന്ന് തിരിച്ചു കയറിയപ്പോൾ ഞാൻ ഇത് രണ്ടും മേടിച്ചു. ഇത് രണ്ടും മേടിച്ചിട്ട് ഞാൻ അത് രണ്ടും വിറ്റത് കണ്ടില്ലേ. അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് വിറ്റത്. ഇല്ല, തിരിച്ചു കയറിയില്ല. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഈ JBMA, MMTC മേടിച്ചു. കാരണം ഇതെല്ലാം ഇടിഞ്ഞപ്പം ATGLും ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് NCCയും ഇത് 3 ഇടിഞ്ഞപ്പം ഇതും ഇടിഞ്ഞു. ഈ JBMAയും MMTC ഇടിഞ്ഞായിരുന്നു. ഞാൻ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അത് രണ്ടും പർച്ചേസ് ചെയ്തു. ഞാൻ അത് സെല് ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഈ രണ്ട് സ്റ്റോക്സ് പർച്ചേസ് ചെയ്തു. 22,869 രൂപയ്ക്ക് 31,170 ഇത് രണ്ടും പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ചെയ്തിട്ടാണ് വിറ്റിക്കുന്നത്. കണ്ടില്ലേ, ഒരു 3 ആഴ്ച 4 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തു. ഇതൊരു 1 മന്ത് വെയിറ്റ് ചെയ്തു, ഇതൊരു 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വിറ്റിക്കുന്നത്. ഓക്കെ, അപ്പം ഈ JBMA എനിക്കുള്ള പ്രോഫിറ്റ് കണ്ടില്ലേ 1,532. അടുത്ത് പിന്നെ ഒരു സിഗ്നിഫിക്കന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായ ഈ ലോസ് ഇവിടെ പോയില്ലേ, അതേപോലെ ഇവിടെ ഉണ്ടായ ഈ ലോസ് ഇവിടെയും പോയില്ലേ. അപ്പൊ ഞാൻ പിന്നെയും ഈ ഒരു പർട്ടിക്കുലർ വിൻഡോയിൽ തന്നെ ഞാൻ ബ്രേക്ക് ഇവനായി. ഈ ഒരു പർട്ടിക്കുലർ വിൻഡോയിലുള്ള ട്രേഡിൽ ഞാൻ ബ്രേക്ക് ഇവനായി. അപ്പൊ അതാണ് നിങ്ങൾ ഈ ഗ്രാഫിക് കാണുന്ന ഈ 2 പ്രോഫിറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നടത്തിയ ട്രേഡ്സ് ആണ് ഈ PNB ഹൗസിങ്ങും RVNL. അതിൽ PNB ഹൗസിങ് ഞാൻ ഈ MMDC വിറ്റ അന്ന് തന്നെ മേടിച്ച ഇത് രണ്ടും ഞാൻ MMDC ഇത് രണ്ടും അല്ല ഇർക്കോണും ഉണ്ട് കേട്ടോ. ഇർക്കോൺ ഇത് 3 ഞാൻ MMDC വിറ്റ് കഴിഞ്ഞ ഉടനെ അന്ന് തന്നെ മേടിച്ച സ്റ്റോക്സ് ആണ്. ഓക്കെ, പക്ഷെ അതിൽ ഈ RVNL ഇർക്കോണും രണ്ടും ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത് രണ്ടും ബ്രേക്ക് ഇവൻ ആയപ്പോൾ അങ്ങ് സെല്ല് ചെയ്തതാണ്. കാരണം ഇത് ഈ ഒരു സമയത്ത് ഈ ഒരു വിൻഡോയുടെ ഇടയിൽ ഇത് രണ്ടും നെഗറ്റീവ് പോയ സ്റ്റോക്സ് ആണ്. പക്ഷേ ഈ ഒരു April 23 എന്ന് പറഞ്ഞ ഡേറ്റ് ആയപ്പോൾ ഇത് ബ്രേക്ക് ഇവനായി. അപ്പോൾ തന്നെ ഞാൻ അത് വിറ്റു. RVNL കുറച്ച് പ്രോഫിറ്റും കിട്ടി. ഒരു 1,000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ട്. 1,000 രൂപ അടുപ്പിച്ചില്ലെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ PNB ഹൗസിങ് April 21 ഫസ്റ്റ് ആയപ്പോൾ തന്നെ ഒരു 2,000 രൂപ പ്രോഫിറ്റ് ആയപ്പോൾ ഞാൻ കറക്റ്റ് 2,000 ആയപ്പോൾ അങ്ങ് വിറ്റു. ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. 2,000 രൂപ പ്രോഫിറ്റ് കണ്ടപ്പോൾ ഞാൻ അങ്ങ് വിറ്റു. ഓക്കെ, അതാണ് എൻ്റെ ചാർട്ടിൽ അടുത്ത അത്യാവശ്യം നല്ലോണം ഈ 2,000 രൂപയുടെ പ്രോഫിറ്റ്. പിന്നെ ഇത് രണ്ടും ആ ചെറിയ 80 രൂപയും 800 രൂപയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി മേടിച്ചതാണ് ഈ മണപ്പുറവും HFCL. ഓക്കെ, മണപ്പുറമാണ് ഞാൻ ആദ്യം മേടിച്ചത്. മണപ്പുറം ഞാൻ ഒരു April 21 ഞാൻ ഈ PNB ഹൗസിംഗ് വിറ്റ് എന്നതാണ് ഈ മണപ്പുറം മേടിച്ചത്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ അടുത്ത ദിവസം തന്നെ ഒരു 500 രൂപ പ്രോഫിറ്റിന് വിറ്റു. ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. അതിന്റെ അടുത്ത ദിവസം തന്നെ ഞാൻ വെറും ഒരു 500 രൂപ പ്രോഫിറ്റിന് വിറ്റു. കാരണം അത് പിന്നെ ഇടിയുമെന്ന് എനിക്ക് തോന്നി. അതിന്റെ ചാർട്ട് കണ്ടിട്ട് രസം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വിറ്റോളാം. അത് കഴിഞ്ഞാണ് ഞാൻ HFCL മേടിക്കണം April 27. എന്നിട്ട് ഞാൻ അത് 2 ദിവസം
വീക്കെൻഡ് കഴിഞ്ഞ ഉടനെയാണെന്നോ ഇത് ഏപ്രിൽ 27 വീക്കെൻഡ് ആയിരുന്നു. വീക്കെൻഡ് കഴിഞ്ഞ് മൺഡേ ആയപ്പം ഇത്രയും പ്രോഫിറ്റ് കാണിച്ചു, ഞാൻ അപ്പം തന്നെ അത് വിറ്റു. അതാണ് എൻ്റെ ചാർട്ടിലെ അടുത്ത പ്രോഫിറ്റ്. ഓക്കെ, 2000 രൂപ അടുപ്പിച്ചുള്ള പ്രോഫിറ്റ്. അത് കഴിഞ്ഞ് ഈ എഞ്ചിനീയേഴ്സിന്റെയും HFCL ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇത് ശരി, എഞ്ചിനീയേഴ്സിന്റെ HFCL ഞാൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത സ്റ്റോക്സ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്. ഈ HFCL എഞ്ചിനീയേഴ്സിന്റെ ഇത് രണ്ടുകൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്തു. പക്ഷേ HFCLന്റെ പകുതിയാണ് ഇവിടെ വിറ്റിക്കുന്നത്. ഞാൻ ഒരു 40,000 സത്യം പറഞ്ഞാൽ ടോട്ടൽ പർച്ചേസ് നടത്തിയത് HFCL. ഓക്കെ, 40,000 HFCL ടോട്ടൽ പർച്ചേസ് നടത്തിയത്. എന്നിട്ട് എന്റെ പകുതി ഞാൻ ഇവിടെ വെച്ച് വിറ്റു. എന്റെ പകുതി ഞാൻ ഈ എഞ്ചിനീയേഴ്സിന്റെ വിറ്റേന്റെ കൊടുത്ത് വിറ്റു. കാരണം എന്റെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇത് മേടിച്ചപ്പം എഞ്ചിനീയേഴ്സ് ഇന്ത്യ നെഗറ്റീവിലേക്ക് പോയി. അപ്പോഴേക്കും ഞാൻ ഈ HFCL അടുത്ത ദിവസം പോസിറ്റീവ് ആയപ്പോൾ ഞാൻ വിറ്റു. എന്നിട്ട് ഞാൻ ഇതിന്റെ പകുതിയും എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലെ 40,000 ഹോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ ഈ എഞ്ചിനീയേഴ്സ് ഇന്ത്യ തിരിച്ചു കയറണമെന്ന് വിചാരിച്ച് ഇതിനൊരു ലോസിനും വിറ്റു. ഇതിന് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ആണ്, കണ്ടില്ലേ, അവിടെ നിന്നും പിന്നെയും കയറി 2628. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് ഇതിന്റെ 4,000 രൂപ എനിക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഇവിടെ 1,300 ലോസും പോയി. അപ്പൊ എനിക്ക് ആ ഒരു ദിവസത്തെ ട്രേഡിൽ വന്നേക്കുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു 2,600 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ടോട്ടലായിട്ട്. അതാണ് ഈ രണ്ട് പ്രോഫിറ്റും അതിനെയാണ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ റെഡ് വരാത്തത് കാരണം അതിന്റെ കൂടെ തന്നെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ട് 1,300 രൂപ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുവരെയുള്ള ഞാൻ ഒരു മെയ് 4 വരെ നടത്തിയിട്ടുള്ള ട്രേഡ്സിന്റെ പ്രോഫിറ്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഇപ്പൊ അക്കൗണ്ടിൽ ഇത്രയും രൂപയേ ഉള്ളൂ, ഇത്രയും പ്രോഫിറ്റ് വന്നതല്ലേ? അപ്പൊ ഈ എല്ലാ ട്രേഡും കഴിഞ്ഞപ്പോൾ എന്റെ പേഴ്സിൽ വരുന്നതെന്ന് വെച്ചാൽ 1,26,000 രൂപയാണ്. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് എത്രയാണ്, ഒരു 16,000 രൂപ പ്രോഫിറ്റില്. എന്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു, 1,10,000 അടുപ്പിച്ചുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ 1,26,000. ഈ എല്ലാ ട്രേഡും കഴിഞ്ഞപ്പോൾ 1,26,000 രൂപ എന്റെ പേഴ്സിൽ വന്നു. ഓക്കെ, 1,26,000 രൂപ, 16,000 രൂപ ടോട്ടൽ പ്രോഫിറ്റ് ആണ് ഞാൻ ഈ 4 മാസത്തിൽ ഉണ്ടാക്കിയത്. ഓക്കെ, 1,10,000-ന് 1,16,000 ആക്കി, 1,26,000 ആക്കി. എന്നിട്ട് ഞാൻ അടുത്ത് പോയി ചെയ്ത ട്രേഡ് ആണ് ഇത് 3 ഇൻഫോസിസ്, NHPC, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, ഇത് 3 ഞാൻ മേടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തതാണ് ഈ 1,21,879 രൂപ. ഓക്കെ, അപ്പൊ എന്റെ പേഴ്സിൽ ബാക്കി ഉള്ളത് ഈ 4,219 രൂപയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്തു, എന്റെ ബാലൻസ് ഇത്രയാണ്. ഓക്കെ, പക്ഷേ ഇപ്പൊ ഇതിന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇതിലേക്ക് ഇടിഞ്ഞു, 1,18,265 ഇടിഞ്ഞു. ഇൻഫോസിസ് മാത്രമാണ് ഗ്രീന് നിൽക്കുന്ന ഒരു ഒറ്റ സ്റ്റോക്ക് എൻ്റെ ഇപ്പം, അതും വെറും 100 രൂപ എന്തോ ആണ് പ്രോഫിറ്റിൽ നിൽക്കുന്നത്. NHPCയും പഞ്ചാബ് നാഷണൽ ബാങ്ക് അത്യാവശ്യം നല്ല ലോസിലാണ്, 2,200 രൂപയും ഇത് 1,000 രൂപയും അങ്ങനെ എന്തോ ലോസിലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയായിട്ട് ഇടിഞ്ഞു. പക്ഷെ അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്റെ പേഴ്സ് ബാലൻസ് എങ്ങനെ ഇവിടെ നിന്ന് 4,000 നിന്ന് 8,000 എത്തിയത്. ഓക്കെ, അതാണ് ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ എല്ലാ ഇവിടെ പോയി. ഞാൻ ഒരു ഫസ്റ്റ് വീക്ക് മെയ് സെക്കൻഡ് വീക്ക് ഓഫ് ബിഗിനിങ്ങിൽ എന്തോ ഈ ഒരു 3 സ്റ്റോക്ക് അങ്ങ് മേടിച്ചു. അപ്പൊ എന്റെ പേഴ്സ് ബാലൻസ് ഇത്രയായിട്ട് ചെറുതായി. അപ്പൊ എനിക്ക് ട്രേഡ് ചെയ്യാൻ ഒന്നും ഇല്ലാതായി. ഓക്കെ, അപ്പോഴേക്കും ഞാൻ ഇത് എടുത്തിട്ട് ഇതിൽ നിന്നൊരു 4,000 രൂപ എടുത്ത് ഞാൻ ഓപ്ഷൻ പർച്ചേസ് ചെയ്തു. ഓപ്ഷൻ ട്രേഡിങ് ബിഗിനേഴ്സിന് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇതിനു മുമ്പ് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു 2,000-3,000 ചുമ്മാ അക്കൗണ്ട് ഇട്ടിട്ട് ഓപ്ഷൻ മേടിക്കുമായിരുന്നു. പക്ഷെ അത് കൂടും, അത് നല്ല പൈസയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ എപ്പോഴും എൻ്റെ പൈസ പോയിട്ടേ ഉള്ളൂ. പക്ഷെ ട്രേഡിങ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഞാൻ ഈ 4,000 ഞാൻ വിചാരിച്ച എന്തായാലും പോട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഈ കറണ്ട് വാല്യൂ ഇത്രയൊന്നും ഇല്ലായിരുന്നു. 1,16,000 എന്തോ വരുന്നു, 5,000 രൂപ 7,000 രൂപ എന്തോ ലോസിലായി. അപ്പോഴേക്കും ഞാൻ മനമെടുത്തിട്ട് ഇതിനെ എടുത്തിട്ട് ഞാൻ ഓപ്ഷനിലിട്ട് എന്താണ് ഞാൻ മേടിച്ചത്, പുട്ട് ഓപ്ഷനാണ്. നിഫ്റ്റി 23,600 ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ഞാൻ മേടിച്ചത് ഈ പുട്ട് ഓപ്ഷൻ, 23,350 പുട്ട് ഓപ്ഷൻ മേടിച്ച്. ആകെ ഇത്രയും ഒരു 4,000 രൂപ ഞാൻ മേടിച്ച്. പക്ഷേ അത് അടുത്ത ഒരു വീക്കെൻഡിലാണ് ഞാൻ ഒരു വെള്ളിയാഴ്ച ഞാൻ മേടിച്ച്. അത് കഴിഞ്ഞ് ഒരു വീക്കെൻഡ് കഴിഞ്ഞ് മൺഡേ ഓപ്പൺ ചെയ്ത് 23,350 ഞാൻ പുട്ട് ഓപ്ഷൻ മേടിച്ച് അവിടെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ ഈ 4,000 ഓൾമോസ്റ്റ് 8,000 ആയി. ഓക്കെ, എൻ്റെ 4,000 ഓൾമോസ്റ്റ് 8,000 ആയി. ഒരു 3,900 രൂപ എനിക്ക് ആ ഒരു ഒറ്റ ഓപ്ഷൻ ട്രേഡിൽ ലാഭം കിട്ടി. ഞാൻ അപ്പം തന്നെ അത് വിറ്റു, ആ ലാഭം എടുത്തു എൻ്റെ പേഴ്സ് വെച്ചു. അപ്പം എൻ്റെ പേഴ്സ് പിന്നെ ഇത്രയായി. അപ്പം നിങ്ങൾ എൻ്റെ ഈ കറണ്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ, കറണ്ട് വാല്യൂ ഈ പേഴ്സ് ബാലൻസ് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ 1,26,000 രൂപയാവും. അപ്പം പക്ഷെ എന്നാലും എൻ്റെ ഈ സ്റ്റോക്സിലെ ലോസ് ഇപ്പോഴും 3,614 അൺറിയലൈസ്ഡ് ലോസ് ആണ് നിൽക്കണം. എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് കറണ്ട്ലി ഓൾമോസ്റ്റ് ഈ 16,000 ആയിരിക്കും, അല്ലെങ്കിൽ 16,000-ന് മുകളിലായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് ഇപ്പോൾ ഇത്രയുമാണ്. ഓക്കെ, അപ്പം ഞാൻ 1,10,000 സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ എൻ്റെ 1,26,000 രൂപയുടെ സാധനം ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു അൺറിയലൈസ്ഡ് ലോസിന് ഇത് സെല്ല് ചെയ്യില്ല, ഈ സ്റ്റോക്സ് സെല്ല് ചെയ്തില്ല. ഞാൻ ഇതെല്ലാം അത്യാവശ്യം ബ്രേക്ക് ഇവൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബ്രേക്ക് ഇവൻ ആയാലും ഞാൻ ഇപ്പം ചിലപ്പോൾ ഇൻഫോസ് ഇപ്പോൾ ക്ലിയർ ചെയ്ത് വിടും, അത് ബ്രേക്ക് ഇവൻ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു 700 രൂപ പ്രോഫിറ്റ് ആയതാണ്, പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞ 100 രൂപയായി. പക്ഷേ അത് ഞാൻ വിൽക്കേണ്ടതായിരുന്നു, ഞാൻ ബ്രേക്ക് ഇവൻ ചെയ്തില്ല.
ബ്രേക്ക് ഇവൻ ആയിരിക്കുമ്പോൾ ഞാൻ സെല് ചെയ്ത് അത് ചിലപ്പോൾ ക്യാപിറ്റൽ വിത്ഡ്രോ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ ഭയങ്കര അൺസ്റ്റേബിൾ ആണ്, ജിയോ പൊളിറ്റിക്കൽ സിനാറിയോ ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ വന്നാലും ചിലപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്ന ട്രേഡും ലോസിലാവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവാൻ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രേഡ് ചെയ്യാന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഇതിവിടെ കിടന്നാൽ എനിക്ക് കുഴപ്പമില്ല. ഇവിടെ കിടന്നാൽ ഈ NHPC പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് മാത്രം പയ്യെ ക്ലൈം ചെയ്യുള്ളൂ. ഇതിനിപ്പോൾ ഒരു 2300 ലോസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഞാൻ ചിലപ്പോൾ ലോസിൽ സെല്ല് ചെയ്യും, കാരണം അത് ടൈം എടുത്തേക്കുള്ളൂ. പക്ഷേ NHPC ജിയോ പൊളിറ്റിക്കൽ സിനാറിയോ ഒന്ന് നന്നായ അടിച്ച് കയറി പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ അത് ഞാൻ ഒന്ന് കയറി പോകാൻ വേണ്ടി ഞാൻ ഹോൾഡ് ചെയ്യും. അത് പോസിറ്റീവായിട്ട് വിൽക്കാം, അത് നല്ലൊരു ട്രേഡ് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഞാൻ അതിനൊന്ന് വെയിറ്റ് ചെയ്യും, കാരണം NHPC എനിക്ക് അത്യാവശ്യം വിശ്വാസമുള്ള ഒരു സ്റ്റോക്കാണ്, ക്ലൈം ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൂടെ കഴിഞ്ഞ് എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് കുറച്ചുകൂടെ കയറും. ഈ അൺറിയലൈസ്ഡ് ലോസ് കളഞ്ഞിട്ട് ഇത് ബ്രേക്ക് ഇവൻ ആകുമ്പോൾ തന്നെ എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയൊന്നും നിങ്ങൾ ആലോചിച്ചു 20,000 ആവും. ഇത് ബ്രേക്ക് ഇവൻ ആകുമ്പോൾ തന്നെ, ഇത് ബ്രേക്ക് ഇവനെ ഒരു 400 പ്രോഫിറ്റ് കയറിയാൽ തന്നെ എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് 20,000 എത്തും. സോ 1,10,000 നിന്ന് ഞാൻ 1,30,000 എത്തും. അപ്പോൾ ഇത് ബ്രേക്ക് ഇവൻ ആവാനാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു 4 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റാണ് ഇപ്പോൾ ഈ 16,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷം എനിക്ക് സെയിം പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ എനിക്കിതിനെ ഒരു 48,000 50,000 രൂപ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. 1,10,000 നിന്ന് 50,000 രൂപ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രോഫിറ്റ്, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫ്ലോ അതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റി. എനിക്ക് ഇയർലി 45% ആണ് പ്രോഫിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് ഈ ഫ്ലോ അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ മാത്രം. പക്ഷേ ഇത് അൺറിയലിസ്റ്റിക് ആണെന്നാണ് നോർമലി എല്ലാവരും പറയാറ്. ഞാൻ ഈ ജേണി നിങ്ങൾക്ക് അടുത്ത ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും തരുന്നതായിരിക്കും. ഞാൻ അടുത്ത ഒരു 4 മാസം കഴിഞ്ഞിട്ടോ 3 മാസം കഴിഞ്ഞിട്ടോ ഞാൻ ഇതിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഇതാണ് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ട്രേഡിംഗ് ജേണി ഇതാണ്. പിന്നെ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് ഈ 16,000 ആണ്. അപ്പോൾ ഇത് സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എൻ്റെ ഇയർലി പ്രോഫിറ്റ് 45% ആയിരിക്കും. എൻ്റെ ഇയർലി പ്രോഫിറ്റ് 45% ആയിരിക്കും. അപ്പം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ SIP ചെയ്താലോ, ഇപ്പോൾ SIPയുടെ ഒക്കെ XIR റേറ്റ് എന്ന് പറയുന്നത് 7% ആണ്. നമ്മുടെ FDയുടെ ഈക്വൽ ആയിട്ട്. പക്ഷേ ഒരു ചോപ്പി മാർക്കറ്റിൽ 45% പ്രോഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ ഇതെനിക്ക് ഒരു വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എൻ്റെ പ്രോഫിറ്റ് അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, എൻ്റെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് തന്നെ എനിക്ക് തോന്നുന്നത് 15% എന്തോ പ്രോഫിറ്റ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ക്യാപിറ്റലിൽ നിന്ന്. ഓക്കെ, അത് തന്നെ അൺറിയലിസ്റ്റിക് ആണെന്ന് ആൾക്കാർ പറയുന്ന ഒരു പ്രോഫിറ്റ് ആണ്. അപ്പം താങ്ക് യു ഗൈസ്, എൻ്റെ ട്രേഡിംഗ് ജേണി ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്നെങ്കിലും നല്ല ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.